നമുക്ക് ചുറ്റും ധാരാളം എനർജികളുണ്ട്. ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, അങ്ങനെ. എന്നാൽ ഇവയ്ക്ക് പുറമെ നമ്മൾ അറിയാത്ത പലതരം എനർജികളുണ്ട്. അതിലൊന്നാണ് പ്ലാങ്ക് എനർജി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലാങ്ക് എനർജിയെ കുറിച്ചാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്കിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു എനർജിയാണിത്. ഫിസിക്സിലെ നിലവിലെ ധാരണ അനുസരിച്ച് ഒരൊറ്റ പാർട്ടിക്കിളിൽ പരമാവധി സാധ്യമായ എനർജി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഗ്രാവിറ്റിയും ക്വാണ്ടം മെക്കാനിസം തമ്മിൽ കൂടിച്ചേരുന്ന ഒരു എനർജിയാണിത്. E=hc⁵5/g. ഇതാണ് പ്ലാങ്ക് എനർജിയുടെ ഇക്വേഷൻ. ഇതിൽ c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റും h എന്ന് പറയുന്നത് പ്ലാങ്ക് കോൺസ്റ്റന്റ് ആയ 6.63 × 10⁻³ ജൂൾ ആണ്. g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയ 6.61430 × 10⁻11 ആണ്. E എന്ന് പറയുന്നത് എനർജി. നമ്മൾ ഇക്വേഷനിലോട്ട് അധികം പോകുന്നില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നതും വലിയ ഒരു എനർജിയാണ്. അതായത് 10⁻19 ബില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഈ എനർജി ഉപയോഗിച്ച് നമുക്കൊരു വേം ഹോൾ വരെ ഉണ്ടാക്കാം. അതുവഴി നമുക്ക് മറ്റൊരു ഗാലക്സിയിൽ എത്താമെന്ന് പറയുന്നു. ഇത്രയും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ പോലുള്ള ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ്. അത്യധികം ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡും അതിന് വേണം. എന്നാൽ മാത്രമേ ഈ പാർട്ടിക്കിൾസിനെ ലൈറ്റിന്റെ സ്പീഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ലൈറ്റിന്റെ സ്പീഡിൽ എത്തിയാൽ മാത്രമേ ഇത്രയും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. നിലവിൽ ഇത് ഹോളിവുഡ് സിനിമകളിൽ മാത്രമേ പറ്റൂ. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ആകെ 10⁻13 ഇലക്ട്രോൺ വോൾട്ട് എനർജി വരെ ഉണ്ടാക്കുന്നുള്ളൂ. പ്ലാങ്ക് എനർജി ഇതിനേക്കാൾ 1 ട്രില്യൺ മടങ്ങ് കൂടുതലാണ്. പ്ലാങ്ക് എനർജി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ മാത്രമാണ്. പ്രാക്ടിക്കലി ഇത് സാധ്യമല്ല. കാരണം അത്രയും എനർജി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപകടകരമായ കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഭൂമി വരെ ഇല്ലാതാകും. അപ്പോൾ പ്ലാങ്ക് എനർജിയെ പറ്റി നമ്മൾ എന്തിനു മനസ്സിലാക്കണം? ഈ ഒരു എനർജി സ്റ്റേറ്റിൽ നമ്മുടെ ഭൂമിയിലെ മറ്റ് എനർജികളായ ഗ്രാവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ന്യൂക്ലിയർ എനർജി ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറും. പ്ലാങ്ക് എനർജി എന്ന് പറയുന്നത് ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം മെക്കാനിസവും കൂടിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. ജനറൽ റിലേറ്റിവിറ്റി തിയറിയെ പറ്റി ഞാൻ ടൈം ട്രാവൽ എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിസാരം എന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ട്, കണ്ടു നോക്കൂ. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ഞാൻ പ്രകാശം എന്ന ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ അതും കണ്ടു നോക്കൂ. പ്ലാങ്ക് എനർജിയെ പറ്റി മനസ്സിലാക്കുന്നതിലൂടെ പ്രപഞ്ചത്തിലെ ചില നിഗൂഢമായ കാര്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതായത് പ്രപഞ്ചത്തിന്റെ ആരംഭം, പിന്നെ ബ്ലാക്ക് ഹോളിന്റെ അകത്ത് എന്താണ് എന്നുപോലുള്ള കാര്യങ്ങൾ. പ്ലാങ്ക് എനർജിയെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. പ്രപഞ്ചത്തിലെ ഒരുപാട് നിഗൂഢമായ സംഭവങ്ങൾക്കുള്ള താക്കോലായിരിക്കും ഒരുപക്ഷെ ഈ എനർജി. ഇതേപ്പറ്റി ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ അവയെല്ലാം കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമന്റിൽ അറിയിക്കുക.